നമുക്ക് ഇതിനകത്ത് പല ടൈപ്പ് മെത്തേഡ് ഉണ്ട്. ഒന്നാമത്താണ് ഡയറക്റ്റ് മെത്തേഡ്. ഒന്നാമത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു വെറുതെ നമ്മളൊരു പേരൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. അതിനെന്താണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയാം. എന്താണ് ഡയറക്റ്റ് മെത്തേഡ്? നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ നോക്കാം, ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 1 x² + 1 ഡിവൈഡഡ് ബൈ x - 1. ഇതിനകത്തേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഈ വാല്യൂ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? ഈ ഡിനോമിനേറ്റർ 0 ആണ്. ഇവിടെ മുകളിൽ 1 + 1 വരും. അപ്പോൾ ഇവിടെ 2 ഡിവൈഡഡ് ബൈ 0 വരും. ഇങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. അതായത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ഈസ് നോട്ട് അപ്ലൈഡ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് നോട്ട് അപ്ലൈഡ് ആണ്. മെത്തേഡ് നോട്ട് അപ്ലൈഡ്. ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. നോട്ട് അപ്ലൈഡ്. അപ്പോൾ അടുത്ത് നോക്കാം, ഇവിടെ നോക്കാം, അടുത്ത എക്സാമ്പിൾ നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 1 x² - 1 ഡിവൈഡഡ് ബൈ x + 1. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇത് കണ്ടു, ഇവിടെ നമുക്ക് ഡയറക്റ്റ് വാല്യൂ കൊടുക്കാം. അപ്പോൾ അതിന് കാരണം തന്നെ 1 - 1 വരും, ഇവിടെ 1 + 1 വരും. അപ്പോൾ ആൻസർ 0 ഡിവൈഡഡ് ബൈ 2. ഇത് ഡയറക്റ്റ് മെത്തേഡ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് മെത്തേഡിന് ചുരുക്കി DM എന്ന് കൊടുക്കാം. മെത്തേഡ് ഈസ് അപ്ലൈഡ്. ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്ലൈഡ് ആണ്. അതായത് നമ്മളിപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾക്ക് തന്നിരിക്കുന്ന വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ആ വേരിയബിളിനെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ആ ഡിനോമിനേറ്റർ 0 ആവരുത്. മുകളിൽ 0 ആയ കുഴപ്പമില്ല. then അടുത്ത് നോക്കുക, ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 1 x² - 1 ബൈ x - 1. ഇവിടെ ഡയറക്റ്റ് വാല്യൂ കൊടുത്തു നോക്കുക. അപ്പോൾ അവിടെ 0/0 ആണ്. ഡിനോമിനേറ്റർ 0 ആണ്. അപ്പോൾ എന്താണ്? അവിടെയും നമുക്ക് പറയാൻ പറ്റും ഡയറക്റ്റ് മെത്തേഡ് ഈസ് നോട്ട് അപ്ലൈഡ്. അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്ലൈഡ്. അതായത് നമ്മളൊരു ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നേക്കണ ലിമിറ്റിംഗ് വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഡിനോമിനേറ്റർ 0 ആകാത്ത എല്ലാ കേസിലും ഡയറക്റ്റ് മെത്തേഡ് ഡയറക്റ്റ് വാല്യൂ കൊടുക്കാം. ഡിനോമിനേറ്റർ മാത്രം നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എന്താണ്? ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0. ന്യൂമറേറ്റർ 0 ആയാലും യാതൊരു പ്രശ്നവുമില്ല. അതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഓരോന്നും ടൈപ്പ് തിരിച്ചാൽ പഠിച്ചേക്കണം. ഇത് ഈ ഒരു നോട്ട് പഠിച്ചിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാമുള്ളൂ കേട്ടോ. എങ്കിലും നിങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ മനസ്സിലാവുള്ളൂ. നമ്മളൊരു കാൽക്കുലസ് എപ്പോഴും പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കാമുള്ളൂ. നമുക്ക് അത് കറക്റ്റായിട്ട് ഓരോന്നും ടൈപ്പ് തിരിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം ഈസിയാണ്. അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര പാടാവും. അങ്ങനെ പഠിച്ചു പോയില്ലെങ്കിൽ സെക്കൻഡ് ഇയർ ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പോൾ x² + 100 ആണെന്ന് വെച്ചാൽ ഇവിടെ ഡയറക്റ്റ് വാല്യൂ കൊടുക്കാം. കാരണം എന്താ? ഈ എക്സിൻ്റെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിന് യാതൊരു കുഴപ്പമില്ല അല്ലേ? ഇപ്പോൾ നേരെ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വാല്യൂ കൊടുക്കാം. അപ്പോൾ എന്താണ്? നേരെ വാല്യൂ കൊടുക്കുമ്പോൾ ഈ എക്സ് എവിടെയുണ്ട് അവിടെ എല്ലാം ഈ 1 വരും. അപ്പോൾ 1² + 1 വരും. ഇവിടെ 1² + 100 വരും. അപ്പോൾ നമ്മുടെ ആൻസർ 1² എന്ന് പറഞ്ഞാൽ 1 വരും. 1 + 1/101 വരും. 1² 1 ആണ്. 100ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 101 വരും. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 101 വരും. ഒരു പ്രശ്നവുമില്ല. അടുത്ത എക്സാമ്പിൾ നോക്കുക. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു r πx². നേരെ ഡയറക്റ്റ് വാല്യൂ കൊടുക്കാം. ഈ 6 കൊടുക്കാം. π × r². ഒരു പ്രശ്നവുമില്ല. πr². ഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റിനകത്തേക്ക് നമ്മുടെ ലിമിറ്റിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 ആകാത്ത എല്ലാ കേസിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ചില ക്വസ്റ്റ്യൻസിനകത്തൊക്കെ നമുക്ക് വാല്യൂ കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചിന്തിക്കും അത് ഏത് മെത്തേഡാണെന്ന് മനസ്സിലാക്കണം. ഹെൽപ്പിംഗ് ട്രിഗണോമെട്രി ലിമിറ്റ് ആവാം, ഓൾജിബ്രായ് ലിമിറ്റ് ആവാം, എക്സ്പാൻഷൻ ഫോം ആവാം. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ലിമിറ്റ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യണം. ഇതാണ് നമ്മൾ ലിമിറ്റ് എന്ന ചാപ്റ്ററിൽ ചെയ്യുന്നത്.